പാടില്ല. അത് പറയാ ഇവർക്ക് എന്താ അധികാരമുള്ളത്? ഇതൊക്കെ പറയാനുള്ള ഗോയപ്പ കൊടുക്കണ എന്തിനാ? ഈ നാട് വീണ്ടും കത്തിക്കാനാണ്. എല്ലാം ഇങ്ങോട്ട് അവസാനം ഒക്കെ ലീഗിനെ വരടിക്കിട. ലീഗ് വന്ന അങ്ങോട്ടാക്കും, ലീഗ് വന്ന ഇങ്ങോട്ടാക്കും. ലീഗ് വന്നിന് കുറെ കാലം മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെ എല്ലാ വകുപ്പും ഞങ്ങൾ എക്സൈസ് അല്ലാത്ത ബാക്കിയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തിന്. പോയി പരിശോധിക്ക്, ഓഡിറ്റ് നടത്ത്. ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ തമ്പാക്കാൻ പറയും. ചേക്കുട്ടി സാറിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്, കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു നിവേദനം പോലും എന്താണ് കാത്തിരിക്കാതെ അവധി പ്രഖ്യാപിച്ച മന്ത്രിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ CH മുഹമ്മദ് കോയാണ്. അങ്ങനെ ഞങ്ങളെ നേരെ വരുന്നത്. സംസ്കൃത സർവകലാശാല ഈ നാട്ടിൽ സ്ഥാപിച്ചത് ഞങ്ങളാ, മലയാള സർവകലാശാല സ്ഥാപിച്ചത് ഞങ്ങളാ, സാങ്കേതിക സർവകലാശാല കൂസാറ്റ് ഉണ്ടാക്കിയത് ഞങ്ങളാ. അങ്ങനത്തെ ഞങ്ങളെ നേരെ നിങ്ങൾ ഈ പറയുന്നത്. ഞങ്ങൾ വന്ന് എന്തോ കുന്താവും. ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുതെന്ന് പറയുമ്പോൾ മറ്റു പാർട്ടികളില്ല. ഇവിടെ ആരെങ്കിലും ഒന്നും മുണ്ടിയോ? ഒരു അക്ഷരം മുണ്ടിയില്ലല്ലോ. ആണ് പറയും. ഇവിടെ ഇങ്ങനെ ഈ എന്തും വിളിച്ചു പറയാവുന്ന ഒരു നാടാക്കി പിണറായി വിജയൻ ഈ 10 കൊല്ലം ഈ നാടിനെ മാറ്റിയാണ്. അതിന് ഒരു അറുതി വരണമെങ്കിൽ ഏതെങ്കിലും നല്ല ഉഗ്രം ഭരണം ഇവിടെ വേണം, നല്ല മതേതര പ്രതിബദ്ധതയുള്ള ഒരു ഭരണം ഇവിടെ വേണം. ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ തൂക്കി അകത്തിടാൻ പറ്റുന്ന ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം UDF-ൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ ജനത.